എല്ലാ പ്രേക്ഷകർക്കും ആമീസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പാചകം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് മത്തൻ എരിശ്ശേരിയാണ്. മത്തൻ എരിശ്ശേരിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1/2 കിലോ മത്തൻ, 1 തേങ്ങ, തൊണ്ടമുളക് 2-3 ഇതൊരു വെളുത്തുള്ളിയാണ്, പക്ഷേ ഒരു വെളുത്തുള്ളിയുടെ ആവശ്യമില്ല, ഒരു 2-3 വെളുത്തുള്ളിയുടെ ആവശ്യമേ ഉള്ളൂ. ഇത് വൻപയറാണ്. വൻപയർ വെള്ളത്തിട്ട് കൊടുത്താൽ ഒരു 150 ഗ്രാം വൻപയർ വരും. കുരുമുളക്, നല്ല ജീരകം, താളിക്കാനായിട്ടുള്ള വറ്റൽമുളകും കറിവേപ്പിലയുമാണ്. വെളിച്ചെണ്ണ ഞാൻ കേരയുടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് എടുക്കുക, എൻ്റെ അളവ് പറയും. പയറ് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ, 3-4 വേകണം. മത്തൻ വേവിച്ചെടുക്കാം. മത്തൻ 5-6 പച്ചമുളക്, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം മതിയാവും, ഇതിനകത്ത് വെള്ളം ഉണ്ടാവും. ഇനി ഇതിനകത്തേക്ക് തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. ഒരു 1/4 മുറി തേങ്ങ വേണം. നല്ല ജീരകം ഇടുക. ഒരു കഷ്ണം വെളുത്തുള്ളി. മത്തൻ ഏറെക്കുറെ വെന്ത് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പയർ ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്കിതിനകത്തേക്ക് തേങ്ങ അരപ്പ് ഒഴിക്കാം. അരച്ച് വെച്ച് തേങ്ങ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് അല്പം തിളയ്ക്കണം. ചേർക്കാൻ നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ചെറിയൊരു താളിപ്പുണ്ട്. അത് തേങ്ങയാണ്. തേങ്ങ ചാളിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം. നമ്മൾ താളിക്കാനുള്ള പരിപാടിയാണ്. വെളിച്ചെണ്ണ ഒഴിക്കുക. ഇവിടെ എരിശ്ശേരിക്ക് നമ്മൾ താളിക്കുന്നതിന് കടുകിടാറില്ല. കാരണം ചെറിയ ഉള്ളി, വറ്റൽമുളക്, നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. ചെറിയ തിരിങ്ങിയ തേങ്ങ. ഇതൊരു ബ്രൗൺ നിറമാവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പം മൂത്ത് കഴിഞ്ഞു. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 2 ചെറിയ വെളുത്തുള്ളി, ഒരു ലേശം മഞ്ഞൾപ്പൊടി, ലേശം കാശ്മീരി മുളക് പൊടിയാണ്. ഈ മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത് ചെറിയൊരു കളർഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത്. വളരെ നന്നായിരിക്കും. വളരെ രുചികരമായ ഒരു കറിയാണ് മത്തൻ. 1 മത്തൻ. 1 മത്തൻ 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 1 മത്തൻ
ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അല്പം ശർക്കരയാണ്